അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തുൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഈ പരിപാടി സശ്രദ്ധം ശ്രവിക്കുകയും വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതര മതവിശ്വാസികൾക്ക് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെ 1000 തത്വാധിഷ്ഠിത അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും മഹത്തായ മതേതരത്വ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കൻ സായാഹ്നം ജനുവരി 26 നമ്മിലേക്ക് സംജാതമാവുകയാണ്. മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ വ്യതിരക്തമാക്കി നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മനോഹരമായ ഭരണഘടനയാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക്കൻ സായാഹ്നത്തിൽ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന കാലികവും കാലോചിതവുമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ 16 കേന്ദ്രങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലും വിവിധ അറബ് രാജ്യങ്ങളിലുമായി 80-ലധികം വരുന്ന കേന്ദ്രങ്ങളിൽ ഈ റിപ്പബ്ലിക്കൻ ദിനത്തിൽ ഒരേ സമയത്ത് ഒരേ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരേ പ്രതിജ്ഞയിലൂടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് കവചം തീർക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അച്ചടക്കബോധമുള്ള വിദ്യാർത്ഥി സംഘസരണിയായ SKSSF മനുഷ്യജാലിക എന്ന ശ്രദ്ധേയമായ പരിപാടി 1.5 പതിറ്റാണ്ട് കാലത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 2025 മനുഷ്യജാലിക മലപ്പുറം ഈസ്റ്റ് ജില്ലയുടേത് പുലാമന്തോളിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ A സോണും B സോണുമായി തിരിഞ്ഞുകൊണ്ട് ജില്ലയിലെ 20 മേഖലകളിൽ നിന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ജില്ലയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ A സോണിൻ്റെ ക്യാപ്റ്റനായും ബഹുമാനപ്പെട്ട ജില്ലയുടെ ട്രഷറർ അഭിവന്യരായ OM സൈനുല്ലാബിദ് തങ്ങൾ മേലാറ്റൂർ B സോണിൻ്റെ ക്യാപ്റ്റനായും 2 ഭാഗങ്ങൾ തിരിഞ്ഞുകൊണ്ട് സ്നേഹ സന്ദേശ യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങളെ ഏവരെയും മനുഷ്യജാലികയിലേക്ക് പുലാമന്തോളിലേക്ക് നേരിട്ട് കണ്ട് ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ പ്രയാണം ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളെ ഏവരെയും ആ മഹത്തായ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നമുക്കറിയാം, 920 കാലഘട്ടങ്ങൾക്കപ്പുറം ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരൻ്റെ പിടിയിലേക്ക്, ഡച്ചുകാരൻ്റെ പ്രിജിയിലേക്ക്, ഫ്രഞ്ചുകാരൻ്റെ കിരാള ഹസ്തങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ രാജ്യം തികച്ചും ഫലഭൂഷ്ടമായ ഒരു രാഷ്ട്രമാണ്. ഇവിടെയുള്ള വിവിധ ഫലഭൂഷ്ടമായ ഓരോ വിഭവങ്ങളെയും അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെയുള്ള ഓരോ വിഭവങ്ങളും അവരുടെ നാടുകളിലേക്ക്, അവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സംജാതമായത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഈ പിറന്ന മണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ധീരോത്തമായ പോരാട്ടം നടത്തിയ ധീരദേശാഭിമാനികളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ബ്രിട്ടീഷുകാരൻ്റെയും ഫ്രഞ്ചുകാരൻ്റെയും ഡച്ചുകാരൻ്റെയും ഒക്കെ പിടിയിൽ അടിമത്ത വംശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന്, അടിമത്തം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തികച്ചും മോചനത്തിൻ്റെ ഏറ്റവും നല്ല മേച്ചിൽ പുറങ്ങളിലേക്ക് കടന്നു വന്നത് ഇവിടെയുള്ള ഈ ധീരദേശാഭിമാനികളുടെ ധീരോത്തമായ ഇടപെടലുകൾ കൊണ്ടും അവരുടെ പോരാട്ടം കൊണ്ടുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് അവർക്ക് കുഴലോന്തികളായി അവർ പറയുന്ന രൂപത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്തിരുന്ന, അവരുടെ ദാസപ്പണിയെടുത്തിരുന്ന അന്നത്തെ ജനസംഘം എന്ന പേരിൽ അറിയപ്പെട്ട് ഇന്ന് RSSകാരായി, ഇന്നത്തെ സംഘപരിവാറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇന്ത്യ രാജ്യത്തിന്റെ വീർപ്പുമുട്ടലിന് കാരണക്കാർ അവർ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുമല്ലോ. തികച്ചും ഒരു ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തെ തച്ചു തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഭാഗക്കാരാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരന്റെ കരങ്ങളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കടന്നു വരുമ്പോൾ അവരുടെ കരങ്ങളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തെ നമുക്ക് മോചിപ്പിക്കേണ്ടി വരുന്നത് എന്ന ദയനീയമായ ഒരു കാഴ്ചയും ഒരു വർത്തമാനവുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ രാജ്യത്ത്
ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളെ അറുതി വരുത്തേണ്ടത് അനിവാര്യമാണ്. തികച്ചും ഒരു ജനാധിപത്യ മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടന നമുക്കുള്ളിടത്തോളം കാലം ആ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് മാത്രം ഈ വിഷയത്തെ നോക്കിക്കണ്ടാൽ മതി. അതിലൂടെ മാത്രം നമുക്കിതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഭരണഘടന പരിശോധിച്ചാൽ അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രി ഇന്ത്യയുടെ ചെങ്കോട്ടക്ക് മുകളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ സുവർണ പതാക അന്നത്തെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉയർത്തുന്ന സമയത്ത് ഒരു വലിയ വിളിയാളം വന്നു. ആ വിളിയാളം ഇങ്ങനെയാണ്: ഇന്ത്യ രാജ്യവും പാകിസ്ഥാനും രണ്ട് രാഷ്ട്രമായിട്ട് സ്വതന്ത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ടും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാതെ തന്നെ ഒരു മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാക്കി മാറ്റിവെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും മുസ്ലിങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നില്ല പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു മുസ്ലിം രാഷ്ട്രം പടച്ചുണ്ടാക്കിയത്. ഇവിടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, മുഴുവൻ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന പ്രഖ്യാപനം ബ്രിട്ടീഷുകാരൻ ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചപ്പോ, അവർക്ക് കുടലൂന്തികളായി നിന്നവർ പ്രഖ്യാപിച്ചപ്പോ, ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 6 കോടി മുസ്ലിങ്ങൾ, 6 കോടി എന്ന് പറയുന്നത് വലിയ വോളിയമാണെന്ന്, ആ 6 കോടി മുസ്ലിങ്ങൾ അന്ന് പറഞ്ഞത്, ഇന്ത്യയിലുള്ള മുസ്ലിം ജനവിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരല്ല, ഇവിടെ ഈ സൗഹൃദം പൂത്തുലയപ്പെടുന്ന മണ്ണിൽ തന്നെ ജീവിക്കേണ്ടവരാണ്, ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കും. അതിന് കൃത്യമായ ഉത്തരം പഠിപ്പിച്ചുകൊണ്ടാണ് പുലിക്കുട്ടിൽ ഹൈദർ എന്ന് പറയപ്പെടുന്ന ധീരനായ മനുഷ്യൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈരടികൾ ഇന്നും നമ്മുടെ ശവനാളങ്ങളിൽ മുഴങ്ങുകയാണ്. അവരുടെ പിന്തലമുറക്കാരാണ് ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അവർ പറഞ്ഞത്, പാകിസ്ഥാനിൽ പോവില്ല, പാകിസ്ഥാനിൽ അയക്കണമെന്ന പരിപ്പിനി വേവൂല എന്ന കൃത്യമായ ഈരടികൾ ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അന്നത്തെ 6 കോടി മുസ്ലിങ്ങളുടെ പിന്തലമുറക്കാരായി ഇന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തെ സൗഹൃദത്തോടു കൂടെ ശേഷിക്കുന്ന ഇന്ത്യ രാജ്യത്തിലുള്ള ജനവിഭാഗത്തിന് എത്തിച്ചു കൊടുത്തവരാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഓർമ്മപ്പെടുത്തലുകളുമായി കടന്നു വരുന്ന ദിനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ജനുവരി 26 റിപ്പബ്ലിക്കൻ സായാഹ്നത്തിൽ നാം തിരിച്ചറിയേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയിൽ അധിഷ്ഠിതമായ രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത്രത്തോളം സുന്ദരമായ ഒരു ഭരണഘടനയെ നമുക്ക് വേറൊരു രാഷ്ട്രത്തിലും കാണാൻ സാധ്യമല്ല. 500-നടുത്ത് വരുന്ന വകുപ്പുകളും ഉപവകുപ്പുകളും പട്ടികകളും അടങ്ങുന്ന ഈ സുന്ദരമായ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള പോരാട്ട വീര്യത്തിനിറങ്ങാൻ വേണ്ടിയാണ്, സൗഹൃദത്തോടുകൂടെ സമാധാനത്തോടുകൂടെയുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് SKSF മനുഷ്യജാലിക സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരൊറ്റ കാര്യം കൂടെ അടിവരയിട്ട് കൊണ്ട് പറയട്ടെ, 3.25 കിലോ ഭാരം വരുന്ന 235 പേജുള്ള ഇന്ത്യയുടെ ഭരണഘടനയെ വളരെ മനോഹരമായ രൂപത്തിൽ തന്റെ കൈപ്പട കൊണ്ട് 6 മാസം തന്റെ വീടിന്റെ ഒറ്റമുറിയിലിരുന്നു കൊണ്ട് എഴുതി തയ്യാറാക്കി നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ആഗ്രഹമായിട്ട് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പ്രേം ബിഹാരി നാരായൺ റൈസാരെ എന്ന് പറയപ്പെടുന്ന മനുഷ്യന്റെ ആഗ്രഹ സഫലീകരണമായി എഴുതി വച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ പേരായ റാം എന്ന് പറയപ്പെടുന്ന പേര് ഇന്നൊരു മതത്തിന്റെ ദൈവത്തിന്റെ പേരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യം ഞങ്ങളുടേതാക്കണമെന്ന് ആക്രോശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയട്ടെ, ഭാരതം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമെങ്കിലും നിങ്ങൾ മിനിമം പഠിക്കണം എന്നതാണ്. ഭാരതം എന്ന് പറയുന്ന പദം അത് കുലീനയുടെ വിലാസമാണ്. സഹസ്രാബ്ദങ്ങളുടെ തടികളിലൂടെ കടന്നുപോയ ആർഷപാരമ്പര്യങ്ങളുടെ വിലാസമാണ്. അഗാധമായ ദർശനങ്ങളുടെയും ചിന്തകളുടെയും തത്വങ്ങളുടെയും പുരാണങ്ങളുടെയും വേദങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ദേശങ്ങളുടെയും കഥ പറയുന്ന വിലാസമാണ്. അഹിംസ എന്ന് പറയപ്പെടുന്ന ഏറ്റവും നല്ല ആയുധത്തെ ഒരു ഭാരതീയന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തിട്ട് നിന്റെ ജീവിതത്തെ നീ ഇതിലൂടെ ശോഭനമാക്കണമെന്ന് പഠിപ്പിച്ചു പോയ പവിത്രമായ സംസ്കാരത്തിലൂന്നിയ മണ്ണാണ് ഭാരതത്തിന്റെ മണ്ണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൈനനും ബുദ്ധനും പാഴ്സിയും സിക്കുകാരനും സ്വരാഷ്ട്രീയനും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഒരുപോലെ ജീവിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ഭരണഘടന വെച്ചു പുലർത്തിയിട്ടുണ്ട് എന്ന്
കൂടി ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പറയട്ടെ, ഈ സങ്കര ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു വർഗീയതയുടെ വിഷബീജ വിത്തിറക്കാൻ ആര് തന്നെ തുനിഞ്ഞാലും അവർക്കെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള അതേ പാതയിലൂടെ ഒരുമയോടുകൂടെ കൈകൾ ചേർത്ത് പിടിച്ച് അവർക്കെതിരെ ശബ്ദിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണമെന്നാണ് മനുഷ്യജാലിക സന്ദേശമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാശ്മീരനും ബംഗാളിക്കും തമിഴനും തെലുങ്കനും കന്നഡക്കാരനും ഗുജറാത്തിക്കും മറാഠിക്കും മലയാളിക്കുമൊക്കെ വിവിധ ഭാഷകളുടെ കിണറുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു വലിയ ദേശസ്നേഹത്തിന്റെ മഹാസാഗരം തീർക്കാൻ കഴിയുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരു ഭാരതീയൻ യഥാർത്ഥ ഭാരതീയനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നവഭാരതത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ബില്ലുകളും ആക്ടുകളും പടച്ചുണ്ടാക്കിക്കൊണ്ട് ഒരു വിഭാഗത്തിലേക്ക് മാത്രം ഭാരത സംസ്കാരത്തെയും ഭാരത നാടിനെയും മാറ്റാൻ ശ്രമിക്കുന്നിടത്ത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജുഡീഷ്യറി നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. ഇവിടുത്തെ ജുഡീഷ്യറി നിങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്തുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. നമ്മുടെ പൂർവികർ അത് തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ ഒരു കൊട്ടേഷൻ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിലെ അകമാനം മുഴങ്ങട്ടെ എന്ന്, അതിനപ്പുറം ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അകത്തളങ്ങളിൽ അത് മുഴങ്ങിക്കേട്ടുകൊണ്ട് അതിലൂടെയാവട്ടെ നമ്മുടെ സംസ്കാരം വളരേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ജാലികയുടെ സന്ദേശയാത്രയിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വലിയ മനുഷ്യൻ ഒരു ദാർശനിക ചിന്താശാലിയാണ്. ആ ദാർശനിക ചിന്താശാലിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ എഴുതി വെച്ചത്, ഫ്രം ദ പീരീഡ് ഓഫ് ഋഗ്വേദ ടിൽ ടുഡേ ഇന്ത്യ ഹാസ് ബീൻ ദ ഹോംലാൻഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്നാണ്. ആ വൈവിധ്യമാറുന്ന സങ്കര ഭൂമിയുള്ളത് കൊണ്ടാണ് ഇന്ത്യയായത്. വേദകാലം മുതൽ തന്നെ വേദകാലം മുതൽ തന്നെ ഇന്ത്യയാക്കിയത് ഈ വൈവിധ്യങ്ങളാണ് എന്ന് കൃത്യമായി അദ്ദേഹം ഓർമ്മപ്പെടുത്തുമ്പോ, ടു പ്രാക്ടീസ്, ടു പ്രൊഫെറ്റ്സ്, ടു പ്രൊപഗേറ്റ് എന്ന് പറയപ്പെടുന്ന അവനവന്റെ മതങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുമുള്ള അവകാശം വെച്ച് പുലർത്തുന്ന ഈ ഭരണഘടന എന്നും എക്കാലത്തും സുന്ദരമായി നിലനിൽക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് നമുക്ക് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹത്തായ ജാലികയുടെ സന്ദേശത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത്, ഇതിന്റെ തുടക്കകാലം മുതൽ തന്നെ 1.5 പതിറ്റാണ്ടിനപ്പുറമായി SKSF എന്ന് പറയുന്ന ധാർമ്മികമായ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മഹത്തായ പരിപാടിക്ക് തുടക്കമിട്ടിട്ടുള്ളത്. ഇതിന്റെ പേര് പോലും സൗഹൃദം തുളുമ്പുന്നതാണ്. ഇതിന്റെ മുദ്രാവാക്യമാവട്ടെ ഓരോ ദിവസത്തെയും മണിക്കൂറുകൾ മിനിറ്റുകൾ പിന്നിടുമ്പോൾ അതിന്റെ പ്രസക്തി നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിന്റെ പേര് കേവലം ഏതെങ്കിലും ഒരു പേരിട്ട് കൊണ്ടല്ല മനുഷ്യ ജാലിക എന്ന പേരിട്ടത്. ഇതിനെ ഇസ്ലാം ജാലിക എന്ന് പറഞ്ഞില്ല, ഇതിനെ സമസ്ത ജാലിക എന്ന് പറഞ്ഞില്ല, ഇതിനെ മുസ്ലിം ജാലിക എന്ന് പറഞ്ഞില്ല. മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ കൃത്യമായ ചിത്രം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് പേര് കൊടുത്തത് മനുഷ്യ ജാലിക എന്നാണ്. അതുകൊണ്ട് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഈ മഹത്തായ ജാലികയുടെ സന്ദേശത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദത്തിന്റെ മനോഹരമായ അന്തരീക്ഷത്തെ വരാനിരിക്കുന്ന നാളെയുടെ നമ്മുടെ ഭാവി വക്താക്കളായ യുവത്വത്തിന്റെ പ്രസരിപ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന്റെ കവചം തീർക്കാൻ നിങ്ങളെല്ലാവരും കൂടെയുണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇൻഷാ അല്ലാഹ് മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ജാലിക പുലാമന്തോളിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ റിപ്പബ്ലിക്കൻ സായാഹ്നത്തിൽ ചരിത്രം തീർക്കുമ്പോൾ 2025 ജാലികയിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടു കൂടെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഈ സയ്യിദുമാരുടെ, ഈ പണ്ഡിതന്മാരുടെ, ഈ നേതാക്കളുടെ അധ്യക്ഷതയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടു കൂടെ ജാലികയിലേക്ക് ഒരിക്കൽ കൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.